Hi hello friends, welcome back to Christy's Vlog. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോയിൽ നമ്മുടെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കാൻ പോവുകയാണ് എന്നൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആ ജർമ്മൻ ലാംഗ്വേജിന്റെ ഒരു തുടക്കമാണ് കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു A1 ലെവൽ ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പം ഏറ്റവും വെരി ഫസ്റ്റ് തൊട്ട് നമ്മൾ തുടങ്ങുന്നുണ്ട്. ഇന്ന് നമ്മൾ അക്ഷരങ്ങളാണ് പഠിക്കുന്നത്. ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് 26 എണ്ണം ഉള്ളപ്പോൾ ജർമ്മനിൽ അത് 30 ആവും. അതായത് ഒരു 4 അക്ഷരങ്ങൾ കൂടുതലുണ്ട്. അതിനെ നമ്മൾ ഉംലൗട്ട് എന്നാണ് വിളിക്കുന്നത്. അതിന്റെ പ്രൊനൗൺസിയേഷൻ ആണെങ്കിലും കുറച്ച് ഡിഫറെന്റ് ആണ്. ഈ ഉംലൗട്ട്സിനെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു വീഡിയോയിലായിരിക്കും എടുത്തു തരുന്നത്. എല്ലാം കൂടി ആദ്യം തന്നെ മിക്സ് ആക്കുന്നില്ല. അപ്പൊ ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ആ 26 ലെറ്റേഴ്സ് നമ്മൾ എങ്ങനെ ജർമ്മനിയിൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നു, അതിലുണ്ടാവുന്ന മാറ്റങ്ങളാണ് കാണാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ അതിന് കുറച്ചൊരു ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഞാൻ ഒറ്റയടിക്ക് ഒരുപാടൊന്നും പറഞ്ഞു തരുന്നില്ല. ജസ്റ്റ് കുറച്ച് ആ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു ക്ലാസ്സിൽ പറയുള്ളൂ. അത് മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്പം തന്നെ പഠിക്കാൻ പറ്റും. ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ചെറിയൊരു നോട്ട്ബുക്കിൽ ജസ്റ്റ് ആ ഒരു കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് നോക്കുവോ, അല്ലെങ്കിൽ നമ്മുടെ മുറിയിലൊക്കെ ആണല്ലോ ഭിത്തിയിലോ അങ്ങനെയുള്ള എവിടെയെങ്കിലും ഒരു പേപ്പറിലോ ചാർട്ടിലോ എവിടെയെങ്കിലും ഒന്ന് ഒട്ടിച്ചൊക്കെ വെക്കുവാണെങ്കിൽ കുറച്ച് നമ്മൾ കാണുമ്പോൾ ഇപ്പൊ ജോലി തിരക്കുള്ളവരായിരിക്കും, അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് പഠിച്ചെടുക്കാൻ, ഒന്ന് ഓർത്തെടുക്കാൻ, ജസ്റ്റ് അതിലേക്കൊന്ന് ചിന്തിക്കാനൊക്കെ പറ്റും. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. ദസ് ആൽഫബറ്റ്സ് ഇംഗ്ലീഷില് അതുപോലെ തന്നെയാണ് നമ്മൾ ലെറ്റേഴ്സ് എഴുതുന്നത്, പക്ഷെ വായിക്കുമ്പോൾ ഉച്ചാരണം വളരെ വ്യത്യസ്തമായിരിക്കും പലതും. അപ്പം എ എന്നത് നമ്മൾ ജർമ്മനിയിൽ പറയുമ്പോൾ അതിന്റെ ഉച്ചാരണം വരുന്നത് എക്ക് ആ എന്ന സൗണ്ട് ആണ്. ആ. ബിക്ക് ബെ, ബെ. ഓക്കെ. സിക്ക് സെ എന്ന് പറയും, സെ, സെ. ഡിക്ക് ഡെ. ഈയുടെ ഉച്ചാരണം വരുന്നത് എ എന്നാണ്. എഫ് എന്ന് തന്നെയാണ് വായിക്കുന്നത്. ജിയെ ഗെ എന്ന് പറയും, ഗെ. ഓക്കെ. എച്ചിനെ ഹ, ഹ എന്ന് പറയാം. ഐ സൗണ്ട് ചെയ്യുന്നത് ഇ എന്നാണ്, ഇ. ഐ സൗണ്ട് ചെയ്യുന്നത് ഇ, ഇ എന്നാണ് ഐ സൗണ്ട് ചെയ്യുന്നത്. ഇത് ജെ, ജെയെ യോട്ട് എന്നാണ് പറയുന്നത്, യോട്ട്, യോട്ട് എന്നാണ് ജെയ്ക്ക് പറയുന്നത്. പ്രൊനൗൺസിയേഷൻ വരുന്നത് യാ എന്ന അർത്ഥത്തിലാണ്, യാ. ഫോർ എക്സാമ്പിൾ ജാനുവരി എന്നുള്ളത് യാനുവർ എന്നാണ് വായിക്കുന്നത്. ഓക്കെ. യൂലിയ എന്നാണ് കാണുന്നതെങ്കിൽ അത് വായിക്കുമ്പോൾ യൂലിയ എന്ന് വരും. മനസ്സിലായത്? അതായത് ഒരു യായുടെ ഒരു പ്രൊനൗൺസിയേഷൻ ആണ് ജെ കാണുമ്പോൾ വരേണ്ടത്. അടുത്തത് കെ. ഇംഗ്ലീഷിൽ കെ, അത് ജർമ്മനി വരുമ്പം ക എന്നാണ് വായിക്കുന്നത്, ക, ക എന്ന് വായിക്കും. എൽ, എൽ എന്ന് തന്നെയാണ്. എം, എം എന്ന് തന്നെ വരും. എൻ, എൻ എന്ന് തന്നെയാണ്. ഓ, ഓ അങ്ങനെ തന്നെ വരുന്നു. വലിയ വ്യത്യാസം വരുന്നില്ല. അടുത്തത് പി. ഇംഗ്ലീഷിൽ പി എന്ന് പറയുമ്പോൾ നമ്മൾ ജർമ്മനിയിൽ പേ എന്നാണ് വായിക്കുന്നത്, പേ, പേ എന്നാണ് വരുന്നത്, പേ. ക്യു, കു. ആറിന് ആറിന് തന്നെയാണ് വരുന്നത്, എസ്, എസ്. ടിക്ക് ടെ, ടെ എന്ന് പറയും. യുവിന് ഉ എന്നാണ് പറയുന്നത്. വിയെ ഫൗ. പ്രൊനൗൺസിയേഷൻ വരുന്നത് എഫ് എന്ന് വരും. അതായത് വി കൂട്ടി നമ്മളിപ്പം വി കൂട്ടി എന്തെങ്കിലും വി എ എന്നൊരു ഇത് കണ്ട നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ വാ എന്ന് വായിക്കും അല്ലെ, പക്ഷെ അത് ജർമ്മനിൽ വരുമ്പോൾ വി എ കണ്ട ഫ എന്നായിരിക്കും വായിക്കുന്നത്. അടുത്തത് ഡബ്ല്യുവിനെ വേ എന്നാണ് വായിക്കുന്നത് കേട്ടോ, വേ, വേ എന്ന് വായിക്കും. എക്സ്, ഇക്സ്, ഇക്സ് എന്ന് പറയും. വൈയെ യുപ്സിലോൺ എന്നാണ് പറയുന്നത്, യുപ്സിലോൺ. പ്രൊനൗൺസിയേഷൻ വരുന്നത് വൈന്ന് തന്നെയാണ്, പ്രൊനൗൺസിയേഷൻ വരുന്നത് വൈന്ന് തന്നെയാണ്, പക്ഷെ യുപ്സിലോൺ എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് ഇസഡിനെ സെറ്റ് എന്ന് പറയും, സെറ്റ്. ഇങ്ങനെ 26 ഇംഗ്ലീഷിൽ 26 അക്ഷരത്തിന്റെയും പ്രൊനൗൺസിയേഷനിൽ ജർമ്മൻ ലാംഗ്വേജ് വരുമ്പോൾ വ്യത്യാസം വരും. എഴുതുന്നത് ഒരുപോലെ ആണെങ്കിലും പ്രൊനൗൺസിയേഷനിൽ നല്ല വ്യത്യാസം
വരുന്നുണ്ട്. പഠിക്കണമെന്ന് ശരിക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ജസ്റ്റ് കണ്ടുപോകാതെ ഒരു നോട്ട് എടുത്ത് വെച്ച് അത് ഒന്ന് എഴുതി വെക്കാനും ആ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാനും ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ശ്രദ്ധിച്ചിരുന്ന ആ ഒരു പ്രൊണൗൺസിയേഷന്റെ വ്യത്യാസങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകും, അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ ഒന്നുകൂടി ഇവിടെ ശ്രദ്ധിക്കുവാണെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. എ എന്നതിനെ നമ്മൾ ആ എന്നാണ് ഉച്ചരിക്കുന്നത്. അടുത്തത് ബി, ബി എന്നത് ബെ, സി സെ, ഡി ഡെ, ഇ എ, എഫ് എഫ്, ജി ഗെ, എച്ച് ഹ, ഐ ഇ, ജെ യോട്ട്, യോട്ട് എന്ന് പറയുന്നു, പക്ഷെ അക്ഷരം പ്രൊണൗൺസിയേഷൻ വരുന്ന യ. ഓക്കെ, കെ ക, എൽ എൽ, എം എം, എൻ എൻ, ഒ ഓ, പി പെ, ക്യു കു, ആർ ആർ, എസ് എസ്, ടി ടെ, യു ഉ, വി ഫൗ. വിക്ക് ഫൗ എന്നുള്ള പ്രൊണൗൺസിയേഷൻ വരുമ്പം വി എ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നത് വ എന്ന, അല്ലെ, അത് ജർമ്മനിലാകുമ്പോൾ ഫ എന്ന് വരും. എഫിന്റെ ഒരു പ്രൊണൗൺസിയേഷൻ വി എന്ന് പറയുമ്പോൾ ഫ എന്ന് വായിക്കും, എഫ് എ, ഫ, ആ രീതിയിലായിരിക്കും പ്രൊണൗൺസിയേഷൻ വരുന്നത്. ഓക്കെ, ഡബ്ല്യു വേ, എക്സ് ഇക്സ്, വൈ യുപ്സിലോൺ പറയുമ്പോൾ അതിന്റെ പ്രൊണൗൺസിയേഷൻ യുപ്സിലോൺ എന്നാണ് പറയുന്നത്. വൈയുടെ ഒരു പ്രൊണൗൺസിയേഷൻ ആണ് വരുന്നത്. സെഡ് സെറ്റ്, സെഡ് സെറ്റ്. ഇങ്ങനെയാണ് ഇംഗ്ലീഷിന്റെ 26 അക്ഷരങ്ങൾ ജർമ്മനിയിൽ വരുമ്പോൾ പ്രൊണൗൺസിയേഷൻ ഉണ്ടാവുന്ന മാറ്റങ്ങൾ. ഓക്കെ, അപ്പം ഇതൊന്നുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങളൊന്ന് പഠിക്കുക, മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു പഠിപ്പിച്ച ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് പഠിച്ചെടുക്കുകയാണെങ്കിൽ അടുത്ത ക്ലാസ് കുറച്ചുകൂടി ഈസി ആകും. അതുപോലെ തന്നെ അടുത്ത വീഡിയോ കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ഇതിൽ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ തന്നെ എല്ലാവരും പഠിച്ചിട്ട് വരണം കേട്ടോ. എല്ലാവർക്കും ബൈ.